often every people tell nowadays, this person is my twin flame. But that's not true, my friends, because every person you meet in your lifetime, it's not your twin flame. Okay. സോ എല്ലാവരും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് കൺസൾട്ടേഷന് വന്നിട്ടുള്ള ആളുകൾ ചോദിക്കുന്ന ഒരു മെയിൻ കാര്യമാണ്, സ്റ്റോറി പറയാറുണ്ട്, ഇതെൻ്റെ ടിൻ ഫ്ലെയിം ആണോ എന്നുള്ളത്. ശരിക്കും ടിൻ ഫ്ലെയിം ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൂസ്ഡ് വണ്ണിന് വേണ്ടിയിട്ടുള്ളൊരു ജേണിയാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സോളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ജേണിയാണ്. നിങ്ങൾ ലൈക്ക് ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ളൊരു കാര്യമാണ് ടിൻ ഫ്ലെയിം ജേണി. സോഷ്യൽ മീഡിയ, യൂട്യൂബൊക്കെ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റാണത്. ലൈക്ക് അതിനെ മോശമായിട്ടുള്ള രീതിയിലും നല്ലതായിട്ടുള്ള രീതിയിലും ശരിക്കും നല്ലൊരു ഗൈഡൻസ് ആളുകളിലേക്ക് എത്തുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ജേണിയിൽ പലപ്പോഴും ആളുകൾ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ, അതായത് ഇമോഷണൽ ഫ്രോഡ്നെസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇമോഷണൽ ഫ്രോഡുകളെ വെച്ചിട്ട് പലപ്പോഴും അങ്ങനെ ആയിട്ടുള്ള ആളുകളെ മീറ്റ് ചെയ്താലും പലപ്പോഴും എൻ്റെ ട്വിൻ ഫ്ലെയിം ആണെന്നുള്ള രീതിക്ക് എല്ലാവരും ജേണിയിൽ നിൽക്കാറുണ്ട്. മനസ്സിലായോ? നിങ്ങൾ മീറ്റ് ചെയ്യുന്ന വ്യക്തി ട്വിൻ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് മീറ്റിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ അത്രയ്ക്കും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ആവുന്നുണ്ടാവും. ആ ഒരു ടൈം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വ്യക്തി എൻ്റെ ട്വിൻ ഫ്ലെയിം ആണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ലൈക്ക് ഇത് എൻ്റെ ഒരു പാസ്റ്റ് ലൈഫ്, എനിക്ക് ഈ ഒരു വ്യക്തിയായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രയ്ക്കും ഇൻറ്റൻസ് ആയിട്ട് ആ ഒരു സോളിനോട് അധികം നാളെ പോലും ആവുന്നുണ്ടാവില്ല, നിങ്ങൾ അവരുമായിട്ട് അത്രയും കമ്പനിയായി സംസാരിക്കുന്നുണ്ടോ, ലൈക്ക് യു ഫീൽ ലൈക്ക് ഹോം. ഓക്കെ, ആ ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിൽ നിങ്ങൾക്കൊരു കോൺഷ്യസ്നെസ് വരികയാണ്, ഇതിൻ്റെ ട്വിൻ ഫ്ലെയിം ആണ്, ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് വരുന്ന ടൈമിൽ നിങ്ങൾ അധികം നാളൊന്നും നിങ്ങൾ എന്താ പറയുക ട്വിൻ ഫ്ലെയിമിൻ്റെ പുറകെ റൺ ചെയ്ത് നടക്കാറില്ല. നിങ്ങൾ മാക്സിമം ഒരു 2 months ശേഷം നിങ്ങൾ ഇന്നോവോക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഇന്നോവോക്സ് നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിം ജേണിയെ കുറിച്ചിട്ടുള്ള ഗൈഡൻസ് ഡിവൈൻ ഇറ്റ് സെൽഫ് തരുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഡിവൈൻ തന്നെ തരാറുണ്ട്. ഡിവൈൻ തന്നെ നമുക്ക് ഡയറക്റ്റ് മെസ്സേജസ് തരാറുണ്ട്. കാരണം ട്വിൻ ഫ്ലെയിം ജേണി എപ്പോഴും ചൂസ്ഡ് വണ്ണിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് ഗോഡിൻ്റെ അടുത്തേക്കുള്ളൊരു പാത്താണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആയിരിക്കും. അതേസമയം നിങ്ങളുടെ പാർട്ട്ണറെ കൊണ്ട് നിങ്ങൾക്ക് ഡിപ്രഷനാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ആൻസൈറ്റി ആണ് ഉണ്ടാകുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് യുവർ ട്വിൻ ഫ്ലെയിം. പക്ഷേ ട്വിൻ ഫ്ലെയിം ജേണിയിലും പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിംസിൻ്റെ പാർട്ട്നേഴ്സിനെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ടോക്സിക് ആയിട്ടുള്ള വേയിൽ ട്രിഗർ ചെയ്യാറുണ്ട്. അപ്പം എല്ലാവരും ചിന്തിക്കുന്നത് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പും ട്വിൻ ഫ്ലെയിംസ് ആണ് എന്നുള്ളതാണ്. പക്ഷെ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ദാറ്റ്സ് നോട്ട് ട്രൂ ഫ്രണ്ട്സ്.